രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 111ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാധാറാണി അമ്മയുടെ കൃപ കൊണ്ട് നമ്മുടെ രാധയുടെ പ്രണയം 111ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്ലേലിസ്റ്റിനകത്തുണ്ട്. ഞാൻ ഓടിച്ചു പറയാം. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതി ക്ലാസ്, വെള്ളിയാഴ്ച നമുക്ക് മോക്ഷം വേണ്ടവർക്ക് വേണ്ടി ധർമ്മപദം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ജ്യോതിഷമുണ്ട്. സംശയമുള്ളവർ ഡിസ്കഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, എന്നെ വിളിച്ചാൽ മതി. അഷ്ടാവക്ര ഗീതയുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രാധാറാണി അമ്മയുടെ മഹത്വങ്ങൾ അറിയണ്ടേ? കാത്തിരിക്കുകയല്ലേ? ഓം ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനിയ വാലി രാധാറാണിക്ക് എൻ്റെ കൂടെ വിളിച്ചോളൂ. ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് വിളിച്ചോളൂ. ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഏത്? രാധയുടെ പ്രണയം. അപ്പോൾ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. അതിനു മുമ്പ് രാധാറാണിയുടെ മഹത്വങ്ങൾ എന്തെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടു. രാധയെ പൂജിച്ചാൽ അത് കേട്ടിട്ട് എന്നെ നിരവധി പേരാണ് വിളിച്ചത്, നിരവധി പേര്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് കൊളുത്തു, എനിക്ക് ഭയങ്കര സന്തോഷമായി. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ രാധാറാണി അമ്മയുടെ മഹത്വം ഇത്രയും മഹത്വമുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് സാറേ അറിയുന്നത്.
അതെ, ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര്. പലരും എനിക്ക് ഫോണിൽ കൂടെ അവരുടെ അഭിപ്രായങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചു തന്നു. എല്ലാവരുടെയും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ്, ചൊവ്വാഴ്ചത്തെ 110ാമത്തെ എപ്പിസോഡ് രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ കണ്ടിട്ട് കായംകുളത്താണെന്ന് തോന്നുന്നു ഉള്ള ഒരു നളിനി എനിക്ക് അയച്ചു തന്നു. അപ്പൊ ആ നളിനി എനിക്കിത് അയച്ചു തന്നത് ഞാൻ ഇടുകയാണ് കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ച്. ആ നളിനി അയച്ച കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേട്ടുള്ളൂ. അങ്ങനെ നിരവധി നളിനിമാർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓം ശ്രീ രാധേ രാധേ, ഓം ശ്രീ രാധേ രാധേ. പ്രിയപ്പെട്ട സാറേ, സുഖമായിട്ടിരിക്കുന്നല്ലോ? ഇന്നത്തെ എപ്പിസോഡ് രാധയുടെ പ്രണയം. ഓ, ഇത് കേട്ടത് മുൻജന്മ സുഹൃതം എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ സാറേ. അത്രയ്ക്ക് കേട്ട് ശരീരവും മനസ്സും എല്ലാം, ശരീരത്തിനും മനസ്സിനും ഒക്കെ വളരെയേറെ സന്തോഷം. തമ്പുരാട്ടിയുടെ ഓം ശ്രീ രാധേ രാധേ, ഓം ശ്രീ രാധേ രാധേ. അമ്മയുടെ വർണ്ണനകൾ, അമ്മ ഈ ലോകത്തിൻ്റെ ആരാ സാറേ? എല്ലാം തമ്പുരാട്ടിയിൽ അടങ്ങിയിരിക്കുന്നു, എല്ലാം രാധാറാണിയിൽ അടങ്ങിയിരിക്കുന്നു. ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ നളിനി അയച്ചു തന്ന അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. അത് നിങ്ങൾ കേൾക്കണം. ഇതുപോലെ ഒരുപാട് പേര് നമുക്ക് ഇതിനെക്കുറിച്ച് അയച്ച് തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഗുരുവായൂരെത്തിയിരുന്നു. ആ ഗുരുവായൂരെത്തിയപ്പോൾ എന്നെ കാണാനായിട്ട് സുനിലും വന്നു, കുടുംബവും വന്നു. അതോടൊപ്പം തന്നെ അവിടെ കാണാൻ നിരവധി പേര് വന്നു. അവരുമൊക്കെ ആയിട്ട് ചേർന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ട്. അതിപ്പം ഞാൻ നളിനിയുടെ വീഡിയോ വന്നതുകൊണ്ട് എല്ലാം കൂടെ ചേർക്കുന്നില്ല. അടുത്ത എപ്പിസോഡിനകത്ത് നിശ്ചയമായിട്ടും ഞാനത് ചേർക്കുന്നതാണ്. രാധയുടെ പ്രണയം. അതെ, ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ. അത് രാധാറാണിയാണ്. പിന്നീട് ഇന്ന് വരെ ആരും പ്രണയിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. ഇന്നും ആരും പ്രണയിക്കുന്നില്ല. ഒരേ ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ ഈ പ്രപഞ്ചത്തിൽ. ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ. അത് വേറെ ആരുമല്ല, അത് രാധാറാണിയാണ്. അത് രാധാറാണിയാണ്. അർദ്ധനാരീശ്വരന്മാരുണ്ട്, അവർ പരസ്പരം സ്നേഹവുമാണ്. ശിവപാർവതിമാര് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ സ്നേഹം വേറെ, പ്രണയം വേറെ. രണ്ടും രണ്ടാണ്. പ്രണയം ഒരു ദേവതമാരുമില്ല രാധാറാണി അല്ലാതെ. ഈ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ പ്രണയിച്ചത് എൻ്റെ അമ്മ രാധാറാണി മാത്രം. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് കാട്ടിക്കൂട്ടുന്നതിന് പ്രണയമെന്നല്ല പറയുന്നത്, പേക്കൂട്ടുകളെന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പ്രണയത്തിൻ്റെ ദേവതയായ രാധാജിയുടെ കഥ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണൻ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണൻ പറഞ്ഞത് രാധ ആരാണെന്നറിയുക. ശിവനോടും ബ്രഹ്മാവിനോടും പറയുകയാണ്, രാധ ആരാണെന്നറിയുക. നോക്കൂ, ഞങ്ങളൊന്നാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരം മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാനും രാധയും തമ്മിൽ സ്തനവും പാലും പോലെയാണ്. ഇതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാനും രാധയും സ്തനവും പാലും പോലെയാണ്. കണ്ടാൽ രണ്ട് രൂപം, പക്ഷേ ഒന്നാണ്. സ്തനവും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പാലും എങ്ങനെ രണ്ടാകും? ഞങ്ങളിൽ ഭിന്നത കാണുന്നവൻ ചന്ദ്രനും സൂര്യനും നിൽക്കുന്ന കാലത്തോളം അവൻ നരകത്തിൽ പതിക്കും. രാധയെ നിന്ദിക്കുന്നവൻ ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുന്നത് വരെ കുംഭീഭാഗമെന്ന നരകത്തിൽ അവൻ പതിച്ചു നരകിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ കണ്ണു തള്ളി. പ്രിയമുള്ളവരെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ മാത്രമല്ല എൻ്റെയും കണ്ണു തള്ളി.
എന്റെയും കണ്ടു തള്ളിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? സത്യം ഞാൻ പറയുന്നു, രാധാറാണിയുടെ ഈ മഹത്വങ്ങൾ നിങ്ങളെപ്പോലെ ഇപ്പോഴാണ് ഞാനും അറിയുന്നത്. സത്യം. കാരണം ഞാൻ കഠിന കൃഷ്ണഭക്തനായിരുന്നല്ലോ. ഞാൻ ഒരിക്കലും രാധാറാണിയുടെ മഹത്വങ്ങൾ വായിച്ചിട്ട് രാധാഭക്തനായ ഒരാളല്ല. അതിന് ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കഠിന കൃഷ്ണഭക്തനാണ്. രാധാറാണിയെ കൃഷ്ണൻ പ്രണയിക്കുന്ന വെറും ഒരു ഗോപിക എന്നതിനപ്പുറം ഞാൻ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. അതൊരു പ്രേമം, കൊള്ളാം, നല്ലൊരു പ്രേമം, കൊച്ചൊരു ഒരു പ്രണയത്തിന്റെ ഒരാള്, അതിനപ്പുറത്തേക്ക് ഞാൻ കണക്കാക്കിയിട്ടില്ല. പിന്നീടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായത്, അല്ലേ? ആ അനുഭവത്തിലൂടെ രാധാറാണി ഉറക്കത്തിൽ എനിക്ക് മന്ത്രം പറഞ്ഞു തന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ രാധാഭക്തനായത്. അതിനുശേഷമാണ് ഞാൻ രാധാറാണിയുടെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത്. അങ്ങനെ വായിച്ചു വരുമ്പോഴും രാധാറാണിയുടെ മഹത്വങ്ങൾ കൃഷ്ണൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്, അത് സത്യം പറയട്ടെ, നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഞാൻ റെഫർ ചെയ്തു വന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പിന്നെ കൃഷ്ണനെ കാണാൻ ഗോലോകത്ത് എത്തിയത് വന്നു. അപ്പൊ കൃഷ്ണൻ മഹത്വങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങി. ആ മഹത്വങ്ങൾ പല പുസ്തകങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം ഇനിയും ഇത് തുടരും. അടുത്തതിനകത്ത് ആ മഹത്വങ്ങൾ വർണ്ണിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ പുസ്തകങ്ങൾ, അപ്പൊ ഞാൻ നിരവധി പുസ്തകങ്ങൾ എടുത്തു, എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളതും പല എപ്പിസോഡുകളും നോക്കിയെടുത്ത് അങ്ങനെ എടുത്തെടുത്ത് രാധാറാണിയുടെ മഹത്വം എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ എടുത്തെടുത്ത് ഈ ഒരു എപ്പിസോഡിന് വേണ്ടി ഞാൻ ഒരു 10-15 പുസ്തകങ്ങൾ ഇതിനു വേണ്ടി മാത്രം, മഹത്വം അറിയാൻ വേണ്ടി മാത്രം ഞാൻ ആദ്യം റെഫർ ചെയ്തു ഞാൻ അതിന്റെ നോട്ട് കുറിച്ചു വന്നപ്പോഴാണ്, സത്യം പറയട്ടെ, ഞാൻ ആരാധിക്കുന്ന, ഞാൻ കഥ പറയുന്ന എൻ്റെ രാധാറാണി അമ്മ മഹത്വമുണ്ട്, അതെനിക്കറിയാം. ഈ പറയുന്ന ഇത്രയും മഹത്വങ്ങൾ സത്യമായിട്ടും നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇതിനു വേണ്ടി, കാരണം ഞാൻ മഹത്വങ്ങളല്ല സെർച്ച് ചെയ്തത്, ഞാൻ രാധാറാണി അമ്മയുടെ ജീവിതവും ജീവിത കഥകളും ഒക്കെയാണ് ഇതുവരെ സെർച്ച് ചെയ്ത് ഇങ്ങനെ വന്നത്. രാധാജിയുടെ മഹത്വം ഈ എപ്പിസോഡ് ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ, ഇതിനാവശ്യമായി വന്നപ്പോഴാണ് ഈ രാധാജിയുടെ മഹത്വം സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ഇതറിഞ്ഞത്. സത്യം പറയട്ടെ, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ മാത്രമല്ല എന്റെയും കണ്ണു തള്ളിപ്പോയി. അതാണ് അതിന്റെ സത്യം. വീണ്ടും കൃഷ്ണൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരോട് പറഞ്ഞു, രാധ അവൾ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ഇടതുവശത്തിരിക്കുന്നു. പക്ഷേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരറിയുക, രാധ സ്ഥിരം എൻ്റെ പക്ഷത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനധികാരമുള്ള ഒരേ ഒരാള് രാധ മാത്രമാണ്. അതുകൊണ്ടാണ് രാധയുടെ അംശമായ ലക്ഷ്മി ദേവിയും എൻ്റെ അംശമായ മഹാവിഷ്ണുവിൻ്റെ പക്ഷത്ത് സ്ഥിതി ചെയ്യുന്നത്. രാധ സാക്ഷാൽ ഗോലോകം വാഴുന്ന കൃഷ്ണന്റെ വക്ഷസ്ഥലത്ത് സ്ഥിതി ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരു ദേവത. ദേവന്മാരെ കേട്ടുകൊള്ളുവിൻ, രാധ എനിക്ക് പ്രാണപ്രിയയാണ്. ഈ പ്രപഞ്ചത്തിൽ ഞാൻ സ്തുതിക്കുന്ന ഒരേ ഒരു ദേവത രാധയാണ്. ഈ കൃഷ്ണൻ ഒരൊറ്റ ദേവതയെ മാത്രമേ സ്തുതിക്കുന്നുള്ളൂ, അത് രാധയാണെന്നറിയുക. തീർന്നില്ല, തുളസിയുടെ ആരാധ്യ ദേവത രാധയാണെന്നറിയുക. തുളസിയുടെ ആരാധ്യ ദേവി, നമ്മൾ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന തുളസിയുടെ ആരാധ്യ ദേവി രാധയാണെന്ന സത്യം നിങ്ങൾ അറിയുക. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, ഗംഗ, പരിശുദ്ധമെന്ന് ഭൂമിയിൽ കരുതുന്ന ഗംഗ
കൊടും പാപിയാണെങ്കിലും ഗംഗയിൽ മുങ്ങിയാൽ അവന്റെ പാപങ്ങൾ ഇല്ലാതാക്കുന്നു. ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധയായ ഗംഗ, ആ ഗംഗ അർച്ചന ചെയ്യുന്ന പാദാംബുജധാരിണി രാധയാണ്, എൻ്റെ രാധയാണ്. ഇനി ഞാൻ പറയാം, എൻ്റെ രാധാമ്മയാണ്, എൻ്റെ രാധാമ്മയാണ് ഗംഗ. ഗംഗ ഗംഗ അർച്ചന ചെയ്യുന്ന പാദാംബുജധാരിണി. പാദം, അംബുജം താമര, താമര പോലെയുള്ള പാദങ്ങളുള്ള, അപ്പൊ പാദാംബുജധാരിണി രാധയാണ്. ഇവൾ തന്നെയാണ് സിദ്ധേശി, ഇവൾ തന്നെയാണ് സിദ്ധയോഗിനി എന്നറിയുക. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് അന്തം വിട്ട് പരസ്പരം നോക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശാഖയും ഇനിയും പറയുന്നു, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതൊരു യജ്ഞത്തിൻ്റെയും ആധാരം, ആ യജ്ഞം മഹാത്മാവിന് വരം നൽകുന്നതും രാധയാണ്. അത് ദേവലോകത്താകട്ടെ ഭൂമിയിലാകട്ടെ ഏത് യജ്ഞം നടന്നാലും ആ യജ്ഞത്തിന്റെ ആധാരം രാധാദേവിയാണ്, രാധാദേവിയാണ്. തീർന്നില്ല, തീർന്നില്ല. യജ്ഞം നടത്തുന്ന മഹാത്മാവിന് വരം നൽകാൻ അധികാരമുള്ള പ്രപഞ്ചത്തിലെ ഒരേ ഒരു ദേവത രാധയാണ്. എനിക്ക് പോലും ഇല്ല എന്ന് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നിങ്ങൾ അറിയുക, അറിയുക. കൃഷ്ണന് പോലുമില്ല. അതിനുള്ള അധികാരം രാധാറാണിക്ക് മാത്രമാണ്. സജ്ജനങ്ങൾക്ക് സകല സമ്പത്തും കൊടുക്കുന്നത് രാധയാണ്. നമ്മളെ ഭൂമിയിലെ പലർക്കും അറിയില്ല, അവര് വിചാരിക്കും ലക്ഷ്മി ദേവിയാണെന്ന്. ആണ്, ലക്ഷ്മി ദേവി രാധാറാണിയുടെ അംശമാണ്. പക്ഷെ രാധാറാണിയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സജ്ജനങ്ങൾക്ക് സകല സമ്പത്തും വാരിക്കോരി കൊടുക്കുന്നത് രാധാറാണിയാണ്. രക്തദർപ്പണമേന്തിയ കൃഷ്ണപ്രിയയാണ് എൻ്റെ രാധ. കൃഷ്ണൻ പറയുകയാണ്, രക്തദർപ്പണമേന്തിയ കൃഷ്ണപ്രിയയാണ് എൻ്റെ രാധ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, ഇനി ഞാൻ പറയുന്നത് കേൾക്കുക. രക്തദർപ്പണമേന്തിയ കൃഷ്ണപ്രിയയായ രാധയാണ് ഞാൻ പൂജിക്കുന്നതെന്നറിയുക. സാക്ഷാൽ ശ്രീകൃഷ്ണനായ ഞാൻ, ഗോലോകം വാഴുന്ന ഞാൻ പൂജിക്കുന്നത് രാധയുടെ ഏത് രൂപമാണെന്ന് പറയുകയാണ്. രാധാറാണിക്ക് വിവിധ രൂപങ്ങളുണ്ട്. രാധയുടെ ഏത് രൂപത്തെയാണ് താൻ പൂജിക്കുന്നതെന്ന് ശ്രീകൃഷ്ണൻ പ്രഖ്യാപിക്കുകയാണ്. ഭൂമിയിലുള്ള മനുഷ്യരെ അറിയുക, അറിയുക. കൃഷ്ണൻ പോലും പൂജിക്കുന്നെങ്കിൽ എൻ്റെ രാധാമ്മ ആരാണ്? രാധാറാണി ആരാണ്? ആരാണ്? ശരീരത്ത് രോമങ്ങള് എഴുന്ന് നിൽക്കുകയാണ്, എനിക്ക് എഴുന്ന് നിൽക്കുകയാണ്. കൃഷ്ണൻ പ്രഖ്യാപിക്കുകയാ, രാധയുടെ ഏത് രൂപത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്? രക്തദർപ്പണമേന്തിയ കൃഷ്ണപ്രിയയായ ആ രാധയാണ് ഞാനും ഭജിക്കുന്നത്. നാരായണി എന്നറിയപ്പെടുന്നത് രാധയാണ്. വിഷ്ണുമായ എന്നറിയപ്പെടുന്നത് രാധയാണ്. സനാതനി രാധയാണ്. കൃഷ്ണപ്രാണാധിക രാധയാണ്. സുരേശ്വരി രാധയാണ്. കേട്ടുകൊള്ളുവിൻ, കൃഷ്ണന്റെ ചുണ്ടുകളിൽ നിന്ന് രാധാ മഹത്വം വരുന്നത് നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. നാരായണി രാധ, വിഷ്ണുമായ രാധ, സനാതിനി രാധ, കൃഷ്ണപ്രാണാധിക രാധ, സുരേശ്വരി രാധ. പരമഭക്തി പ്രദാനം ചെയ്യുന്നതും ആര് തന്നെയാണ്? രാധ. പരമഭക്തി പ്രദാനം ചെയ്യുന്നത് രാധയാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോള് വന്നങ്ങ് ഡിസ്റ്റർബ്ഡ് ആയങ്ങ് ബ്രേക്കായി പോയി. അതുകൊണ്ടാണ് ആ ബ്രേക്കിംഗ് വന്നത്. കേട്ടുകൊള്ളൂ, കേട്ടുകൊള്ളൂ. ശ്രീകൃഷ്ണൻ പറയുകയാണ്, അതെ, വീണ്ടും പറയുന്നു, പരമേശ്വരി രാധയാണ്.
ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ വിശാഖ ചോദിച്ചു, പരമേശ്വരി രാധാറാണിയാണോ? രാധാറാണിയാണോ പരമേശ്വരി? അപ്പോൾ ആ കൂട്ടിക്കൊണ്ടുവന്ന ഗോപിക പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഈ പ്രപഞ്ചം തന്നെ രാധാജിയാണ്, പരമേശ്വരി രാധാജിയാണ്, ആദിപരാശക്തി രാധാജിയാണ്. കേട്ടുകൊള്ളൂ വിശാഖേ, നീ കേട്ടുകൊള്ളൂ. വീണ്ടും കൃഷ്ണൻ പറയുകയാണ്, കറുകപ്പുല്ലിനാലും വെളുത്ത പുഷ്പത്താലും കുസുമ ചന്ദനാദികളാലും പൂജിക്കപ്പെടുന്ന ഒരേ ഒരു ദേവത രാധയാണ്. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലർക്ക് കറുകപ്പുല്ല് മാത്രമായിട്ട്, പക്ഷേ കറുകപ്പുല്ലിനാലും വെളുത്ത പുഷ്പത്താലും കുസുമ ചന്ദനാദികളാലും പൂജിക്കപ്പെടുന്ന ഒരേ ഒരു ദേവത രാധയാണ്. അന്ധകാര ഭയത്തെ ഇല്ലാതാക്കുന്ന ദേവത രാധയാണ്. അന്ധകാര ഭയത്തെ ഇല്ലാതാക്കുന്ന ദേവത രാധയാണ്. എന്നിട്ട് ശിവനെയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഒന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞു, കേട്ടുകൊള്ളൂ നിങ്ങൾ, എൻ്റെ രാധയുടെ മഹത്വം നിങ്ങൾ കേട്ടുകൊള്ളൂ. എന്നിട്ട് കൃഷ്ണൻ രാധാറാണിയുടെ മുഖത്തേക്ക് നോക്കി. രാധാറാണിയുടെ മുഖം വികസിച്ചു, ആഹ്ലാദം കൊണ്ടിങ്ങനെ നിറഞ്ഞു. രാധാറാണി പൂർണ്ണ തൃപ്തിയോടെ സംതൃപ്തിയോടെ കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ രാധാറാണിയെ ഒന്നും കൂടെ ചേർത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, മാലതി, മാധവി, രക്ത, രത്നമാലാവതി, സതി, ചമ്പാവതി, മധുമതി, സുശീല, വനമാലിക, ചന്ദ്രാവലി, ചന്ദ്രമുഖി, പത്മ, പത്മമുഖി, ശുഭ, കമല, കലിക, കൃഷ്ണപ്രിയ, വിധമാധുരി, ഇങ്ങനെ 18 ദാസിമാരാൽ ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ദേവത ആരാധിക്കപ്പെടുന്നു എങ്കിൽ രാധയാണ്, രാധ മാത്രമാണ്. ഓർമ്മിക്കണം നിങ്ങൾ, രാധാറാണി മാത്രമാണ്. 18 തോഴിമാര്, മാലതി, മാധവി, രക്ത, രത്നമാലാവതി, സതി, ചമ്പാവതി, മധുമതി, സുശീല. സുശീല നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. വനമാലിക, ചന്ദ്രാവലി, ചന്ദ്രമുഖി, പത്മ, പത്മമുഖി, ശുഭ, കമല, കലിക, കൃഷ്ണപ്രിയ, വിധമാധുരി. അങ്ങനെ 18 ദാസിമാരാൽ പൂജിക്കപ്പെടുന്ന ഒരേ ഒരു ദേവത എൻ്റെ രാധയാണ്. സാനന്ദൻ, പരമാനന്ദൻ. പ്രത്യേകം നിങ്ങൾ കേട്ടുകൊള്ളണം. സാനന്ദൻ, പരമാനന്ദൻ, സുമിത്രൻ, സന്തനി തുടങ്ങിയ ദാസന്മാരുള്ള ഒരേ ഒരു ദേവത രാധയാണ്. രാധയ്ക്കു മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ ദാസിയും ദാസന്മാരും ഉള്ളതെന്നറിയുക. അപ്പൊ രാധാറാണിയുടെ ദാസന്മാരുടെ പേര് കിട്ടിയില്ലേ? സുനന്ദൻ, സുനന്ദൻ, പരമാനന്ദൻ, സുമിത്രൻ, സന്തനു. ഇങ്ങനെ 4 ദാസന്മാരാലും 18 ദാസിമാരാലും സേവിക്കപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ദേവത. കൃഷ്ണൻ പറയുന്നു, എൻ്റെ രാധാറാണി, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ രാധാമ്മ മാത്രമാണ്. കൃഷ്ണൻ പറഞ്ഞു, കേട്ടുകൊള്ളൂ. രാധ തന്നെയാണ് രാസേശ്വരി, രാധ തന്നെയാണ് രാസേശ്വരി. ഇനി കൃഷ്ണൻ പറയാൻ പോകുന്ന കാര്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അറിയണം, ഈ ഭക്തജനങ്ങൾ മുഴുവൻ അറിയണം. കൃഷ്ണൻ പറയാൻ പോകുന്നത് ഗോലോകനന്ദകാമിനിയും ഗോലോകനന്ദകാമിനിയായ രാധ. ആ രാധയെ ആരാണോ പൂജിക്കുന്നത്, അവൾ പിള്ള പ്രസവിച്ച സ്ത്രീയും ഒരിക്കൽ മാത്രം പ്രസവിച്ചവളും വന്ധ്യയുമായ സ്ത്രീകൾ. ഓർമ്മിക്കണം, ഗോലോക നന്ദിനിയാണ് രാധ.
ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ഗൗനിക്കുക. എൻ്റെ ഭക്തജനങ്ങള്, എൻ്റെ അല്ല, രാധാറാണിയുടെ ഭക്തജനങ്ങള്, രാധേ രാധേ എന്ന ചാനൽ കാണുന്ന രാധാജിയുടെ ഭക്തജനങ്ങൾ കേൾക്കുക, കേൾക്കുക. ചാപിള്ള പ്രസവിച്ച സ്ത്രീയും ഒരിക്കൽ മാത്രം പ്രസവിച്ചവളും വന്ധ്യയുമായ സ്ത്രീ വളരെ ശുദ്ധിയായിട്ട് വന്ന് വേവിച്ച അന്നം ഭക്ഷിച്ച് 1 വർഷക്കാലം രാധാറാണിയുടെ പൂജാ കർമ്മങ്ങൾ ചെയ്താൽ കേട്ടുകൊള്ളണേ, ചാപിള്ള പ്രസവിച്ച സ്ത്രീ, ഒരിക്കൽ മാത്രം പ്രസവിച്ചവൾ, വന്ധ്യയായിട്ടുള്ള സ്ത്രീ, അവൾ ശുദ്ധിയാകണം. ശുദ്ധിയായിട്ട് അവൾ 1 വർഷക്കാലം വെന്ത അന്നം ഭക്ഷിക്കണം. അങ്ങനെ ഭക്ഷിച്ച് രാധാറാണിയുടെ പൂജാ കർമ്മങ്ങൾ ചെയ്താൽ പറയാമോ, ചെയ്താൽ അവൾ പ്രസവിച്ചിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്ക്. ഇതും കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്ക്. രാധാറാണിയുടെ പൂജാവിധികൾ ചുരുക്കി ഞാൻ കഴിഞ്ഞ വട്ടത്തെ രാധാഷ്ടമിയുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ 1 വർഷക്കാലം രാധാറാണിയുടെ പൂജ കർമ്മങ്ങൾ ചെയ്ത് വെന്ത അന്നം, വേവാത്തതൊന്നും ഭക്ഷിക്കാൻ പാടില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബേക്കറി ഐറ്റങ്ങൾ, ഗീക്കറി ഐറ്റങ്ങൾ, കർമുറ കടിച്ചു തിന്നുന്ന സാധനങ്ങൾ ഒന്നും പാടില്ല. അഗ്നിയിൽ വേവിച്ചെടുക്കുന്ന ചോറ്, മരക്കറികൾ, വെന്ത അന്നം മാത്രം നിങ്ങൾ ഭക്ഷിക്കണം. 1 മാസക്കാലം. ഇത്രയും വന്ധ്യയായ സ്ത്രീ, പ്രസവിക്കാത്തവരുടെ കാര്യം. ഇനി അല്ലാത്തവർക്കും ഇത് ചെയ്യാം. 1 മാസക്കാലം ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യന് സർവ്വ ആഗ്രഹങ്ങളും സാധിക്കും. ഞാൻ കൃഷ്ണൻ പറയുകയാണ്. ആരാണോ 1 വർഷക്കാലം എന്നത് സ്ത്രീക്ക്, ആരാണോ 1 മാസക്കാലം മുഴുവനും മറ്റൊന്നിനും മാറ്റിവെക്കാതെ രാധയ്ക്ക് വേണ്ടി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് വെന്ത അന്നം, അഗ്നിയിൽ വേവിച്ച അന്നം മാത്രമേ ഭക്ഷിക്കാവൂ. മനസ്സിലായ? ചിപ്സ്, കുപ്സ്, ഇത്യാദി കാര്യങ്ങൾ, കടുമുട ഉള്ളത്, ഇതൊന്നും കഴിക്കാൻ പാടില്ല. പഴം, ഇതൊന്നും കഴിക്കാൻ പാടില്ല. വേവിക്കണം. അഗ്നിയിൽ വേവിച്ച അന്നം മാത്രം 1 മാസക്കാലം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സർവ ആഗ്രഹങ്ങളും സാധിച്ചിരിക്കും. ബ്രഹ്മദേവൻ അവനെ സാമവേദ കുമാരൻ എന്ന് വിളിക്കും. ആരാണോ 1 മാസക്കാലം, റോഡിലൂടെ വണ്ടി പോകുന്ന സൗണ്ടാണ്, ആരാണോ 1 മാസക്കാലം രാധ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, വെന്ത അന്നം മാത്രം ഭക്ഷിച്ച്, കഴിഞ്ഞ രാധാഷ്ടമിയുടെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് രാധാറാണിയെ എങ്ങനെ പൂജിക്കണമെന്നത് ചുരുക്കി. ഇനി അത് വിശാലമായിട്ട് അടുത്ത രാധാഷ്ടമി വീഡിയോയിൽ ഞാൻ ഇടും. അങ്ങനെ പൂജിച്ചാൽ നിങ്ങളുടെ സർവ്വ ആഗ്രഹങ്ങളും നടന്നിരിക്കുമെന്ന് മാത്രവുമല്ല, ബ്രഹ്മാവ് അവനെ സാമവേദ കുമാരൻ എന്ന് വിളിക്കും. അവൻ സാമവേദ കുമാരൻ എന്നറിയപ്പെടും. അവന് സകല ആഗ്രഹങ്ങളും അവൻ വിചാരിക്കുന്ന മാത്രയിൽ നടന്നിരിക്കും. എന്നിട്ട് പറഞ്ഞു, ഇനി അതീവ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എല്ലാവരും കൃഷ്ണന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കൃഷ്ണൻ പറഞ്ഞു, രാധാകവചത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ രാധാകവചം ഞാൻ ബ്രഹ്മാവിന് നൽകി. രാധാകവചം ഞാൻ ബ്രഹ്മാവിന് നൽകി. ബ്രഹ്മാവ് അത് ധർമ്മദേവന് കൊടുത്തു. ധർമ്മദേവൻ അത് നാരായണന് കൊടുത്തു. നാരായണൻ അത് പണ്ട് കഴുത്തിൽ നിന്ന് ഊരി സുഭദ്രന് നൽകി. ഈ രാധാകവചം രാധികയുടെ പരമാനന്ദ സന്തോഷമെന്നറിയപ്പെടും. രാധാകവചം രാധാറാണിയുടെ പരമാനന്ദ സന്തോഷമെന്നറിയപ്പെടും. ഇനി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, രാധാകവചത്തിന്റെ മഹത്വം നിങ്ങൾ കേട്ടുകൊള്ളുക. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ്. രാധാകവചത്തിന്റെ മഹത്വം അറിയാൻ കൃഷ്ണൻ പറയുകയാണ്,
രാധാ കവചം ആരെങ്കിലും ചൊല്ലുകയോ ഏലസായി ധരിക്കുകയോ ചെയ്യുന്നവൻ ജീവൻ മുക്തനായിരിക്കും. രാധാ കവചം ആരെങ്കിലും ചൊല്ലുകയോ ആ മന്ത്രം എഴുതി ഏലസായി ധരിക്കുകയോ ചെയ്യുന്നവൻ, അവൻ പിന്നെ നമ്മൾ നാരായണത്തിൽ പറയുന്ന കുണ്ടലിനി ശക്തി ഉണർത്തണ്ട, ഒന്നും ഉണർത്തണ്ട, അവൻ ജീവൻ മുക്തനായി ഭവിക്കുകയും അവൻ ഗോലോകം പ്രാപിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിയുന്നത്ര ഈ ബുധനാഴ്ച ഞാൻ രാധാ കവചത്തിൻ്റെ ക്ലാസ് എടുക്കുന്നതാണ്. അത്രയ്ക്ക് മഹത്വരമായതുകൊണ്ട് രാധാ കവചം ഒന്നല്ല രണ്ടുണ്ടെന്നറിയുക. രാധാ കവചം ഒന്നല്ല, പലരും ഒരു രാധാ കവചമാണ് ചൊല്ലുന്നത്. രണ്ടെണ്ണമുണ്ട് രാധാ കവചം. അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് തരും, അത് രണ്ടും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. കഴിയുന്നത്ര ഞാൻ ഈ ബുധനാഴ്ച ഇടും. അപ്പൊ കൃഷ്ണൻ പറയുന്നത് കേൾക്കുക. രാധാ കവചം ചൊല്ലുകയോ ഏലസായി ധരിക്കുകയോ ചെയ്യുന്നവൻ ആരായാലും അവൻ ജീവൻ മുക്തനാകും. ബ്രഹ്മഹത്യ തുടങ്ങിയ അനേകം പാപങ്ങളിൽ നിന്ന്, സാധാരണ പാപങ്ങളിൽ വെച്ച് അങ്ങേ അറ്റത്തതാണ് ഏതെന്ന് പറയുന്നത് ബ്രഹ്മഹത്യ. ആ ബ്രഹ്മഹത്യ തുടങ്ങിയ അനേകം പാപങ്ങളിൽ നിന്ന് അവന് ഉടനടി മുക്തി ലഭിക്കും. ആരാണോ രാധാ കവചം ചൊല്ലുന്നത് അവന് 1000 അശ്വമേധങ്ങളുടെ 1000 രാജസൂയങ്ങളും 1000 യജ്ഞങ്ങളും നടത്തുന്നവൻ, അവനൊന്നും ലഭിക്കാത്ത ഭാഗ്യം കിട്ടും. ആരാണോ രാധാ കവചം ഇങ്ങനെ ജപിക്കുന്നവൻ, അല്ലെങ്കിൽ അത് കഴുത്തിൽ അണിയുന്നവൻ, അവന്റെ മുന്നിൽ 1000കണക്കിന് അശ്വമേധങ്ങളും രാജസൂയങ്ങളും യജ്ഞങ്ങളുമൊക്കെ നടത്തുന്നവൻ, അവന് കിട്ടുന്ന പുണ്യം ഇതിൻ്റെ 16ൽ 1 പോലുമില്ല. കൃഷ്ണൻ പ്രഖ്യാപിക്കുകയാണ്, അവന് കിട്ടുന്ന ഐശ്വര്യം ഇതിൻ്റെ 16ൽ 1 പോലുമില്ല എന്ന് തിരിച്ചറിയുക. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും മുഖാമുഖം നോക്കി. അപ്പോൾ വിശാഖ ചോദിച്ചു, സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് അശ്വമേധവും രാജസൂയവും ഒക്കെ നടത്തുന്നതാണല്ലോ, അതുകൊണ്ടാണല്ലോ ഭൂമിയിലും രാജാക്കന്മാർ നടത്തുന്നത്. അതിനേക്കാൾ വലുതാണോ ഈ രാധാ കവചം ഒന്ന് ചൊല്ലുകയോ രാധാ കവചം എഴുതി ഒന്ന് കഴുത്തിലിടുകയോ ചെയ്യുന്നത്? അപ്പോൾ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാധയുടെ മഹത്വം നീ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ രാധാ കവചം ധരിച്ചാണ് അഗസ്ത്യമുനി സമുദ്രം കുടിച്ചു വറ്റിച്ചതെന്നറിയുക. ഈ കവചം ധരിച്ചാണ് അഗസ്ത്യമുനി സമുദ്രം കുടിച്ചു വറ്റിച്ചത്. അതായത് ശ്രദ്ധിച്ചു കേട്ടോണം, സമുദ്രം കുടിച്ചു വറ്റിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്താർക്കെങ്കിലും സാധിക്കുമോ? അതായത് അസാധ്യമെന്ന് ഭൂമിയിലെ മനുഷ്യൻ കരുതുന്നത് പോലും സാധ്യമാണ് രാധാ കവചത്തിൽ. അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്നത് പോലും സാധ്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ, സമുദ്രം കുടിച്ചു വറ്റിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നടക്കത്തില്ല. പക്ഷേ ആ സമുദ്രം പോലും കുടിച്ചു വറ്റിക്കാൻ കഴിയും ഈ രാധാ കവചം എന്ന മന്ത്രം ജപിക്കുകയോ അത് കഴുത്തിൽ ധരിക്കുകയോ ചെയ്താൽ. അപ്പോൾ നമ്മുടെ വിശാഖ ചോദിച്ചു, സമുദ്രം കുടിച്ചു വറ്റിച്ചോ അഗസ്ത്യമുനിയോ? അപ്പോൾ ആ ഗോപിക പറഞ്ഞു, അതേ, ദേവന്മാരും അസുരന്മാരും തമ്മിലൊരു യുദ്ധമുണ്ടായി. അപ്പോൾ ഈ അസുരന്മാര് കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചു. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ദേവന്മാരങ്ങ് വല്ലാണ്ട് വിഷമിച്ചു. അങ്ങനെ വിഷമിച്ചപ്പോ അവരെ അഗസ്ത്യമുനിയെ സമീപിച്ചു. അപ്പോൾ അഗസ്ത്യമുനി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. എന്നിട്ട് അഗസ്ത്യമുനി രാധാറാണിയെ ധ്യാനിച്ചു. രാധാറാണിയെ ധ്യാനിച്ചതിന് ശേഷം രാധാ കവചം ചൊല്ലുകയും ആ രാധാ കവചം തന്നെ ദേഹത്ത് ധരിക്കുകയും ചെയ്തിട്ട് സമുദ്രത്തിൻ്റെ അടുക്കൽ നിന്ന് രാധാറാണിയെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ അമ്മേ രാധാറാണി അമ്മേ, രാധാറാണി അമ്മേ, ഈ കവചത്തിൻ്റെ ശക്തി ഈ സമുദ്രം കുടിച്ചു വറ്റിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ആ സമുദ്രത്തിന്റെ അടുക്കലേക്ക് ചെന്നതും സമുദ്രം ഒന്നാകെ ഒഴുകി വരികയാണ്. ഒരൊറ്റ സ്ഥലത്തേക്ക് സമുദ്രം ഇങ്ങനെ ഒഴുകി വരികയാണ്.
ആ ഒഴുകി വന്ന സമുദ്രം മുഴുവനും നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കുന്നത് പോലെ അഗസ്ത്യമുനി കുടിക്കുകയാണ്. അഗസ്ത്യമുനിക്ക് ഒരു കുഴപ്പവും വരാതെ രാധാ കവചം സംരക്ഷിക്കുകയാണ്. അങ്ങനെ ദേവന്മാർ അസുരന്മാരെ കാണുകയും നിഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അഗസ്ത്യമുനി പ്രാർത്ഥിച്ചു, അമ്മേ രാധാറാണി, ഈ രാധാ കവചത്തിന്റെ ശക്തിയിൽ ഇത് പുറത്തേക്കൊഴുകാൻ അനുഗ്രഹിക്കണേ, ഇത് പുറത്തേക്കൊഴുകാൻ അനുഗ്രഹിക്കണേ. അങ്ങനെ ഉള്ളിൽ കിടക്കുന്ന അത് പുറത്തേക്കൊഴുകാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും സമുദ്രം ഈ ഭൂമിയിൽ വന്ന് നിറഞ്ഞു. ഇത് കേട്ട് വിശാഖ അന്തം വിട്ടുപോയി. വിശാഖ പറഞ്ഞു, ഒരു രാധാ കവചം ചൊല്ലിയാൽ, ഒരു രാധാ കവചം ധരിച്ചാൽ സമുദ്രം വരെ കുടിച്ചു വറ്റിക്കാമെന്നോ. ഗോപിക പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, സമുദ്രം മാത്രമല്ല, എന്തും അസാധ്യമായതെന്തും നടക്കും രാധാ കവചം ധരിച്ചാൽ. രാധേ ചാനലിൽ കഴിയുന്നത്ര ഈ ബുധനാഴ്ച ഞാൻ തുടങ്ങും, ഇല്ലെങ്കിൽ ഉടൻ തുടങ്ങും രാധാ കവചത്തിന്റെ ക്ലാസ്. കാത്തിരിക്കണേ നിങ്ങൾ. ഇതെല്ലാം കേട്ട് വിശാഖ അമ്പരന്നിരിക്കുകയാണ്. ആരാണ് രാധാറാണി എന്ന് വിശാഖ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഗോപിക പറഞ്ഞു, ഈ രാധാ കവചത്തിന്റെ മഹത്വം എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. വിശാഖേ, നിനക്ക് ഞാൻ ഈ രാധാ കവചം തരും, നീ ജപിക്കണം. കാരണം നിനക്ക് രാധാറാണിയോടൊത്തുള്ള യാത്രയിൽ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഉടനെ വിശാഖ ചോദിച്ചു, അല്ല, രാധാറാണിയോടൊത്തുള്ള യാത്രയിൽ എനിക്ക് ഈ രാധാ കവചം എന്തിനാണ്? അപ്പോൾ ഗോപിക ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, വന്യമൃഗങ്ങളിൽ നിന്ന് ആക്രമണം നേരിടാതിരിക്കാൻ. അപ്പോൾ വിശാഖ പറഞ്ഞു, വന്യമൃഗങ്ങളോ? അതേ വിശാഖേ, നിനക്ക് കൊടുങ്കാടുകളിൽ രാത്രി ഉറങ്ങേണ്ടി വരും രാധാറാണിയോടൊത്ത്. അന്ന് ഈ കവചമാണ് നിന്നെ രക്ഷിക്കുന്നത്. കൊടുങ്കാടിലോ ഒക്കെ നിനക്ക് വഴിയേ മനസ്സിലാകും. ഇതാ രാധാ കവചത്തെ കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരോട് പറയുന്നത് നീ കേൾക്കൂ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, മഹേശ്വരന്മാരേ, ഈ രാധാ കവചത്തിന്റെ ബലത്തിലാണ് ദൈത്യഗുരു ശുക്രൻ സിദ്ധനായത്, ശുക്രാചാര്യർ അജയ്യനായത് രാധയുടെ ബലത്തിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ ലോകം മുഴുവൻ കാമദേവൻ കീഴടക്കി വച്ചിരിക്കുന്നു. ദേവലോകത്തുള്ളവർ പോലും കാമത്തിന് അധീനനാണ്. കാമത്തിന്റെ പിടിയിൽ നിന്ന് പക്ഷികളും മൃഗങ്ങളും പോലും മോചിതരല്ല. ഈ കാമദേവൻ ഈ ലോകം മുഴുവൻ കീഴടക്കി വച്ചിരിക്കുന്നത് രാധാ കവചം ധരിച്ചതുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് രാധാറാണിയെ ഭക്ത്യാദരങ്ങളോടെ നോക്കി. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, മഹേശ്വരന്മാരെ, അഗ്നിക്ക് ഓരോ വസ്തുക്കളെയും ദഹിപ്പിക്കാൻ കഴിയും. ഇതെങ്ങനെയാണ് പറ്റുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഗ്നിയിലേക്ക് നിങ്ങൾ എത്ര മോശപ്പെട്ട സാധനം ഇട്ടുകൊടുത്താലും അഗ്നി അതിനെ ദഹിപ്പിക്കും. അപ്പോഴും അഗ്നി പരിശുദ്ധയായിരിക്കും. അഗ്നിക്ക് ഏതു വസ്തുവിനെയും ദഹിപ്പിക്കാനുള്ള കഴിവ് ലഭിച്ചത് രാധാ കവചം ധരിച്ചതുകൊണ്ടാണ്. എന്റെ പ്രേക്ഷകരത് അറിയണം. അഗ്നിക്ക് ദഹിപ്പിക്കാനുള്ള കഴിവ് കിട്ടിയത് രാധാ കവചം ധരിച്ചതുകൊണ്ടാണ് എന്ന് മാത്രവുമല്ല, ഏത് അഴുക്ക വസ്തുവും അഗ്നി ദഹിപ്പിക്കും. പക്ഷേ അത് അഗ്നിയെ ബാധിക്കില്ല. അഗ്നി അപ്പോഴും പരിശുദ്ധിയാണ്. വായു ഈ വിശ്വത്തിൻ്റെ, അതായത് പ്രാണരൂപവും സർവ ആരാധ്യനും പൂജിതനും ബലവാനുമായി തീർന്നത് രാധാ കവചം ധരിച്ചതുകൊണ്ടാണ്. ഈ വായു എന്ന് പറയുന്നത് വിശ്വത്തിന്റെ പ്രാണരൂപമാണ്. നമുക്ക് വായു ഇല്ലെങ്കിലുള്ള കാര്യം ആലോചിച്ചു നോക്കെ. ശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഈ വായു അതാണ് കാറ്റായി വീശുന്നത്. വായു സർവ ആരാധ്യനും പൂജിതനും ബലവാനുമായി മാറിയത് രാധാ കവചത്തിന്റെ ബലത്തിലാണെന്നറിയുക. കൂർമ്മം ശേഷനെ ചുമക്കുന്നത് രാധാ കവചം ധരിച്ചിട്ടാണ്. ഈ ശേഷൻ
ആദിശേഷൻ വിശ്വത്തിനാകമാനം ആധാരമായി തീർന്നത് രാധാകവചം ധരിച്ചിട്ടാണ്. ഭൂമി ദേവി ഈ ഭൂമിയിൽ കാണുന്ന സകലതിനെയും ചുമക്കുന്നു. ഭൂമി ദേവി ഈ ഭൂമിയിൽ കാണുന്ന സകലതിനെയും ചുമക്കുന്നത് രാധാകവചം ധരിച്ചതുകൊണ്ട് മാത്രമാണെന്നറിയുക. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പരസ്പരം നോക്കുകയാണ് രാധാകവചത്തിന്റെ ശക്തി എന്തെന്ന്. ഗംഗ പരിശുദ്ധി നേടിയത് രാധാകവചം ധരിച്ചതുകൊണ്ടാണ്. ഗംഗയിൽ ശവങ്ങൾ വരെ ഒഴുക്കിവിടാറുണ്ട്, എന്നിട്ടും ഗംഗയുടെ വിശുദ്ധിക്ക് നാശമില്ല. എൻ്റെ ഭക്തർ ആലോചിക്കണം, നിങ്ങൾ ഗംഗാജലം ഒരു കുപ്പിയിൽ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുക, കിണറ്റിൽ നിന്ന് ഒരു കുപ്പി വെള്ളവും എടുത്ത് വീട്ടിൽ വെക്കുക. 2 ദിവസങ്ങൾ കഴിയുമ്പോൾ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം ചീത്തയാകും. പക്ഷേ ഗംഗാജലം വർഷങ്ങളോളം ഇരുന്നാലും ചീത്തയാകില്ല. ഇനിയും കേട്ടുകൊള്ളൂ, തുളസി ശുദ്ധിയും തീർത്ഥ തുല്യയുമായി മാറിയത് രാധാകവചം ധരിച്ചതുകൊണ്ടാണ്. സ്വാഹ അഗ്നിയുടെ പത്നിയായി മാറി മന്ത്രങ്ങളിൽ സ്ഥാനം പിടിച്ചത് രാധാകവചം ധരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടേ ഓം രാധായേ സ്വാഹ. ആ സ്വാഹ വന്നത് രാധാകവചം ധരിച്ചതുകൊണ്ടാണെന്നുള്ള സത്യം നിങ്ങൾ അറിയുക. അതേ കണക്ക് തന്നെ നിങ്ങൾ ഒന്നും കൂടെ അറിയണം, പിതൃക്കളുടെ പത്നിയായി ഇവർ മാറിയതും ഏതുകൊണ്ടാണ്? ആ രാധാകവചം ധരിച്ചതുകൊണ്ടാണ്. രാധാകവചത്തിന്റെ കൂടെ ഓം ശ്രീം ഹ്രീം ക്ലീം, വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാധാകവചത്തിന്റെ കൂടെ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാധികായൈ സ്വാഹ. ആ മന്ത്രം കേട്ടോണം, പ്രധാനപ്പെട്ടതാണ്. രാധാകവചം ജപിക്കുകയും രാധാകവചത്തിന്റെ കൂടെ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാധികായൈ സ്വാഹ ഈ മന്ത്രവും ജപിച്ചതുകൊണ്ടാണ് ദധീചി മഹർഷി, ദധീചിയുടെ അസ്ഥികൾ അവ്യയമന്ത്രം നിറഞ്ഞതായി തീർന്നത്. ഈ രാധാകവചവും ഈ മന്ത്രവും ജപിച്ചതുകൊണ്ടാണ് 16 ഇന്ദ്രന്മാരുടെ പതന സമയം വരെ യാതൊരാപത്തും വരാതെ താമസിച്ചത്. സ്വച്ഛന്ത മൃത്യുവായി അദ്ദേഹം മാറിയത് രാധാകവചം ധരിച്ചതുകൊണ്ടാണ്. അങ്ങനെ കാലത്തെ അതിജീവിക്കുന്നവനായി ദധീചി മുനി മാറിയത് രാധാകവചം ധരിച്ചുകൊണ്ടാണ്. ഒടുവിൽ ദേവന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ചിട്ടാണ് അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചത്. ദേവി പരമേശ്വരിയായ രാധിക, ദേവി പരമേശ്വരിയായ രാധിക ആർക്ക് ദർശനം നൽകുന്നു? സാക്ഷാൽ ദധീചി മുനിക്ക് ദർശനം നൽകി. കാരണം അദ്ദേഹം രാധാമന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നു, രാധാകവചം ജപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ രാധിക, സാക്ഷാൽ പരമേശ്വരിയായ രാധിക ദധീചി മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗോലോകം തന്നെ ഉപകാരമായി നൽകിയിട്ട് തിരിച്ചുപോയി, ഗോലോകത്തേക്ക് മടങ്ങി. മുനിയും ദേഹം വെടിഞ്ഞ് ഗോലോകം പ്രാപിച്ചു. അങ്ങനെ ദധീചി മുനി ഗോലോകം പ്രാപിച്ചത് രാധാകവചം ജപിച്ചതുകൊണ്ടും ഈ മന്ത്രം ജപിച്ചതുകൊണ്ടുമാണ്. രാധാറാണിയുടെ മന്ത്രം ജപിച്ചതുകൊണ്ടുമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പരസ്പരം വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അവരമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, രാധാകവചം ആരാണോ ധരിക്കുന്നത് അവന് ജലത്തിലും അഗ്നിയിലും ആയുധങ്ങളാലും അവൻ ഒരിക്കലും മരണമടയുന്നതല്ല. രാധാകവചം ധരിക്കുന്നവനെ അഗ്നി കൊണ്ട് കൊല്ലാൻ പറ്റില്ല, ആയുധങ്ങൾ കൊണ്ട് കൊല്ലാൻ പറ്റില്ല, അവൻ ജലത്തിൽ വീണു മരിക്കില്ല. ഇതിന്റെ പ്രഭാവത്താൽ അവൻ ജീവൻ മുക്തനായി മാറും.
ഈ കവചത്തിന്റെ അനുഗ്രഹത്താലാണ് ശംഖുചൂടൻ പ്രതാപവാനായതെന്ന് നിങ്ങൾ അറിയുക. അപ്പൊ ശിവനൊന്ന് ഞെട്ടിപ്പോയി. അതെ, ശിവനാണ് ശംഖുചൂടനെ എതിരിട്ടത്. നർമ്മദാ നദീ തീരത്ത് ശിവനുമായി 1 വർഷത്തോളം യുദ്ധം ചെയ്തു. ശിവന്റെ ശൂലം കൊണ്ട് മുറിവേൽക്കാത്ത ഏക വ്യക്തി ശംഖുചൂടനാണ്. നിരവധി തവണ ശിവൻ തൻ്റെ തൃശൂലം കൊണ്ട് ആഞ്ഞുകുത്തി. സാധാരണഗതിയിൽ ശിവന്റെ ശൂലത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ശിവന്റെ തൃശൂലത്തിന് ശംഖുചൂടന്റെ ദേഹത്ത് ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് ശംഖുചൂടൻ രാധാ കവചം ധരിച്ചതുകൊണ്ട് മാത്രമാണ്. ഒടുവിൽ ശ്രീകൃഷ്ണന്റെ അഭ്യർത്ഥന പ്രകാരം ആ കവചമൂരി ശിവന് നൽകിയതിന് ശേഷം മാത്രമാണ് ശിവന് ശംഖുചൂടനെ വധിക്കാൻ കഴിഞ്ഞത്. ഇതെല്ലാം പുതിയ അറിവായിരുന്നു. ദേവന്മാരെ കേട്ടുകൊള്ളുവിൻ, കേട്ടുകൊള്ളുവിൻ. രാധാ കവചത്തിന്റെ മഹത്വം നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പറഞ്ഞു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. അപ്പൊ ശതചന്ദ്രാനന പറഞ്ഞു തലയാട്ടിയിട്ട് പറഞ്ഞു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെടുത്ത് പറഞ്ഞു, കൃഷ്ണൻ സ്തുതിക്കുന്നത് പോലെ രാധയെ സ്തുതിക്കൂ. അവർ ശതചന്ദ്രാനനെ നോക്കി. ശതചന്ദ്രാനന തന്റെ ചൂരൽ വടിയെടുത്ത് വട്ടം കറങ്ങി. എന്നിട്ട് പുഞ്ചിരിയോടുകൂടി വന്ന് രാധാറാണിയെ വന്ദിച്ചു. രാധാറാണി കൈ ഉയർത്തി അനുഗ്രഹിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനെ വന്ദിച്ചു. ശ്രീകൃഷ്ണൻ കൈ ഉയർത്തി അനുഗ്രഹിച്ചു. അപ്പൊ ശതചന്ദ്രാനന പറഞ്ഞു, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പൂർണ്ണ മനസ്സോടെ ആനന്ദത്തോടെ പറഞ്ഞു, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. അപ്പോൾ ശ്രീകൃഷ്ണൻ എഴുന്നേറ്റു. സാക്ഷാൽ ഗോലോകം വാഴുന്ന ശ്രീകൃഷ്ണൻ എഴുന്നേറ്റിട്ട് രാധാറാണിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് രാധാജിയെ നമസ്കരിച്ചു. രാധാജിയെ അനുഗ്രഹിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് എന്താണ് കൃഷ്ണൻ പറയുന്നതെന്ന് കേൾക്കാൻ പോവുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നോക്കിക്കൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, കേട്ടുകൊള്ളുവിൻ. ആ സത്യം നിങ്ങൾ എല്ലാവരും കേട്ടുകൊള്ളുവിൻ. പരമ രഹസ്യമാക്കി വെച്ചിരുന്ന ആ സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്നിട്ട് കൃഷ്ണൻ രാധാറാണിയെ നോക്കി, രാധികേ, ഞാൻ ആ സത്യം തുറന്നു പറയട്ടെ, അതിന് നിന്റെ അനുമതി വേണം. അപ്പൊ രാധാറാണി പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണന്റെ തോളിലേക്ക് ചാഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, രാധാറാണിയുടെ സമ്മതത്തോടു കൂടി ഞാൻ ആ സത്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. അതെ, ആ സത്യം ശ്രീകൃഷ്ണന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ, ആ സത്യം പുറത്തേക്ക് വന്നപ്പോൾ ബ്രഹ്മാവ് ബോധശൂന്യനായി നിലംപതിച്ചു. ഗോലോകവാസികളെല്ലാം ഞെട്ടിത്തരിച്ചു പോയി. കാരണം അവരും ആദ്യമായിട്ടാണ് അറിയുന്നത്. ഗോലോകവാസികളും ആദ്യമായിട്ടാണ് അറിയുന്നത്. രാധാറാണിയുടെ അനുവാദത്തോടു കൂടി കൃഷ്ണൻ പറഞ്ഞ ആ സത്യം കേട്ട് ബ്രഹ്മാവ് ബോധശൂന്യനായി നിലംപതിച്ചത് എന്തുകൊണ്ട്? എന്താണ് ആ സത്യമെന്ന് പറയുന്നത്? ഗോലോകവാസികൾ പോലും അന്നാദ്യമായിട്ടാണ് ആ സത്യം അറിയുന്നത്. ഗോലോകവാസികൾ പോലും ഞെട്ടിപ്പോയ, ശതചന്ദ്രാനന പോലും ഞെട്ടിപ്പോയ ആ സത്യം എന്താണ്? എന്താണ് ആ സത്യം? വരും രാധാറാണി അനുഗ്രഹിച്ചാൽ ഞാൻ വരും ചൊവ്വാഴ്ച രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം
രാസേശ്വരി രാധികായേ സ്വാഹ.